ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സമയോട്ടം കളയാതെ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിഫ്രഷ് ആകാം. ഓക്കെ, അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് വെർബാണ്. ARലിൻ്റെ hablar, ERലിൻ്റെ comer. അത് രണ്ടും വെർബാണ്. ആ വെർബ് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് ടെൻസ് നമ്മൾ രണ്ട് തരം പാസ്റ്റ് ടെൻസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് കഴിഞ്ഞു, ഡൺ. മറ്റൊരു പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഐ യൂസ് ടു ഈറ്റ്, ഐ യൂസ് ടു സ്പീക്ക്, അങ്ങനെ ഉള്ള പാസ്റ്റിൽ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്ന ഒരു ടെൻസാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് സ്പാനിഷിൽ നമ്മൾ പറയുന്നതാണ് ഇംപെർഫെക്റ്റ് ടെൻസ്. ഇംപെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് വെർബുകളുടെ ഇംപെർഫെക്റ്റ് ടെൻസാണ്. ഏതൊക്കെ രണ്ട് വെർബ്? ഒന്ന് ARലിൻ്റെ hablar, ഒന്ന് ERലിൻ്റെ comer. hablar എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് hablar എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് വെർബാണ്. ടു സ്പീക്ക് അല്ലെങ്കിൽ ടു ടോക്ക്. ടു സ്പീക്ക് അല്ലെങ്കിൽ ടു ടോക്ക്. comer, ടു ഈറ്റ്. നോക്കാം അവരുടെ ആ കോൺജുഗേഷൻ. അപ്പോൾ സബ്ജക്റ്റ് എല്ലാവരും ഞാൻ എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് പ്രോണൗൺ ഇപ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ടായി തോന്നുന്നു അല്ലേ? സബ്ജക്റ്റ് പ്രോണൗൺ ഇല്ലാതെ നമുക്കൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ yo, tú, él, ella, usted, nosotros, nosotras, ellos, ellas, ustedes. Hablar, to speak. Okay. Yo hablaba. എങ്ങനെയാണ് ജോ അബ്ലാബ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ അത് അബ്ലാർ എങ്ങനെയാണ് അബ്ലാബയിലേക്ക് മാറ്റി നോക്കാം. നമ്മൾ ഈ AR എൻഡിൽ നിൽക്കുന്ന AR അങ്ങോട്ട് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മായ HABL അങ്ങനെ ബ്ലാക്കിലൂടെ പിന്നെ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ AR എടുത്തതിന് പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? HABL, ആബിൾ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആബ എന്നങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ, അബ്ലാബ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് അബ്ലാബ എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു സ്പീക്ക്. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അറിയാം, ഐ യൂസ് ടു സ്പീക്ക് വിത്ത് മൈ മോം വെരി ഓഫ്റ്റൺ, അങ്ങനെ എന്തെങ്കിലും സെൻറ്റൻസ് മേക്ക് ചെയ്യും. അപ്പോൾ അബ്ലാബ, ജോ അബ്ലാബ. ജോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അബ്ലാബ, ഐ യൂസ് ടു സ്പീക്ക്. നിങ്ങളിങ്ങനെ സ്പാനിഷിലൊക്കെ പറയുമ്പം ഈ ആബ എങ്കിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കിക്കോ, അവർ പറയുന്നതൊരു ഇംപെർഫെക്റ്റ് ടെൻസാണ്. ഇത് പാസ്റ്റ് ടെൻസാണ്. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത്ര ഓർത്താൽ മതി. അപ്പം അബ്ലാബ. ഇനി തു ആകുമ്പോൾ തു, യു, ഇൻഫോർമൽ. തു ആകുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ AR എടുത്ത് കളഞ്ഞിട്ട് ബാക്കി നമ്മൾ ആഡ് ചെയ്യുകയാണ്. മാച്ചിങ് ആയ സബ്ജക്റ്റ് പ്രോനൗണുമായിട്ട് ആഡ് ചെയ്യുക. അപ്പം തു പറയുമ്പോൾ അബ്ലാബാസ് ഉണ്ടാ, ആബാസ് തോന്നാണ്ട. അപ്പം തു അബ്ലാബാസ് എന്ന് പറഞ്ഞാൽ യു യൂസ് ടു സ്പീക്ക്. ആബാസ്. പിന്നെ അടുത്തത് എന്താണ്? ഹി, ഷീ, യു ഫോർമൽ. ഇവർ മൂന്നൊന്നിച്ചാണ് നിൽക്കുന്നത്. ഹി, ഷീ, യു ഫോർമൽ. അപ്പോൾ ഹി, എൽ, എയ, ഉസ്തേർ. അവിടെ എന്ത് വരും? ഷീ യൂസ് ടു സ്പീക്ക് എന്ന് പറയത്തില്ലേ? ഹി യൂസ് ടു സ്പീക്ക്. അവിടെ അബ്ലാബ. ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് പറയാമോ? ഞാനിവിടെ ജോയ്ക്ക് ആബ യൂസ് ചെയ്തു, അബ്ലാബ. അതുപോലെ തന്നെ ഈ സിംഗുലറായ ഹി, ഷീ, ഉസ്തേഡ് ഉപയോഗിക്കും, അബ്ലാബ അല്ലേ? അപ്പം ഏയ അബ്ലാബ എന്ന് പറഞ്ഞാൽ ഷീ യൂസ് ടു സ്പീക്ക്. ജോ അബ്ലാബ എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു സ്പീക്ക്. അപ്പം മാറ്റമില്ല. ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുന്ന സെൻറ്റൻസിൻ്റെ കോണ്ടാക്ട്സ് അനുസരിച്ച് മനസ്സിലാക്കും.
അല്ലെങ്കിൽ അത്ര കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അബ്ലാബാന്ന് പറയാൻ്റെ പ്രീവിയസിലായിട്ട് സബ്ജക്റ്റ് പ്രോണൗൺ കൊടുത്താൽ മതി. എൽ അബ്ലാബ. അപ്പം നമ്മൾക്ക് മനസ്സിലാവും ഹീ ആണെന്നുള്ളത് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ചുമ്മാ വെറുതെ അബ്ലാബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാകാം. ഐ യൂസ് ടു സ്പീക്ക് എന്നാകാം, അല്ലെങ്കിൽ ഹീ യൂസ് ടു സ്പീക്ക് എന്നാകാം, ഷീ യൂസ് ടു സ്പീക്ക് എന്നാകാം, യു ഫോർമൽ യൂസ് ടു സ്പീക്ക് എന്നാകാം. ഇത്രയും കാര്യങ്ങൾക്ക് ഈ അബ്ലാബ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ ആബാസ് പിന്നെ ആബ തന്നെ. ഇനി അടുത്തത് പ്ലൂറലിലേക്ക് പോവാം. പ്ലൂറൽ സബ്ജക്റ്റ് പ്രൊനൗണിലേക്ക് പോവാം. നൊസോത്രോസ് അല്ലെങ്കിൽ നൊസത്രാസ്. അവിടെ മസ്കുലിൻ ഫെമിനിൻ ഉണ്ടാകുന്നതാണ്. നൊസോത്രോസ് നൊസത്രാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അതിൻ്റെ സബ്ജക്റ്റ് പ്രൊനൗൺ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ബി എന്നാ പറയണം. അപ്പോൾ അവിടെ എങ്ങനെയാ മാറും? എയർ എടുത്ത് കളഞ്ഞു. അബ്ലാബാമോസ്. ഇത്തിരി മസാല പിടിച്ചു വേണം. കാരണം ഈ ആബാമോസ് എന്നുള്ളതിന് എയുടെ മുകളിലൊരു ആക്സൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എയുടെ മുകളിലൊന്നും ആക്സൻ മാർക്കൊന്നുമില്ല. സാബ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ നമ്മളൊരു അബാമോസ് അബ്ലാബാമോസ്. ഇവിടെ ഡി ആണെന്ന് അബാമോസ്. അതായത് വി യൂസ് ടു സ്പീക്ക്. ഇനി എയോസ് എയാസ് ഉസ്തേഡസ് they masculine എയോസ് എയാസ് ഉസ്തേഡസ് യോള. അവിടെ എങ്ങനെ വരും? മാറും. ആബാനാവും എങ്കിൽ ആബാൻ അബ്ലാബാൻ they used to speak. അപ്പോൾ നമ്മൾ എന്താണ് മാറ്റുക? ആബാസ്ത്രം ഓർത്താൽ മതി. എയാൾ എൻ്റെ ചെയ്യുന്ന റെഗുലർ വെർബിൻ്റെ പാറ്റേൺ ആബാസ് ആബാമോസ് അബാൻ. മനസ്സിലായോ? അത് ഓർത്താം. ആബാസ് അബാമോസ് അബാൻ. To used to speak, used to talk. ഇനി ഞാൻ വേറൊരു വെർബ് കൊടുത്തിട്ടുണ്ട്, കൊമേർ. അതിൻ്റെ വ്യത്യാസം എന്താണ്? എയാൾ എൻ്റെ ചെയ്യുന്ന വെർബല്ല, പക്ഷെ റെഗുലർ വെർബാണ്. ഇയാൾ എൻ്റെ ചെയ്യുന്നൊരു റെഗുലർ വെർബാണ്, റെഗുലർ പാറ്റേണിൽ പോകുന്ന വെർബാണ്. അവിടെ ഇംപെർഫെക്റ്റ് ടെൻസ് ഈ ആബ്ലാറിനെക്കാട്ടിൽ കുറച്ച് മാറ്റമുണ്ട്. അവിടെ ആബാസ് അല്ല. ആബാന്ന് നമ്മളങ്ങനെ പറയും, കൊമേ ആബാ എന്നൊക്കെ പറയില്ല. അത് തെറ്റ, അങ്ങനെ ഒരു വേർഡേ ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈയ കണ്ടോ, കൊമിയ. ഐ യൂസ് ടു ഈറ്റ് സംതിങ്. ഐ യൂസ് ടു ഈറ്റ് ചിക്കൻ. ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് പറയാം ജോ കൊമിയ പോയോ ചിക്കൻ. അപ്പം അല്ലെങ്കിൽ റൈസ് റോസ്, ജോക്കൊമിയ റോസ്. ബട്ട് ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ ഐ യൂസ് ടു ഇറ്റ് ഇപ്പോൾ കഴിക്കത്തില്ല. ഓക്കെ, അപ്പോൾ കൊമിയ ഇയാർ എടുത്തങ്ങോട്ട് കളഞ്ഞിട്ട് COM എന്നുള്ള ബേസ് അല്ല സ്റ്റെം ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി നമ്മളങ്ങോട്ട് IA ചേർക്കുമ്പോൾ ജോക്കൊമിയ ഐ യൂസ് ടു ഈറ്റ്. അതുപോലെ കൊമിയാസ്, തൂ കൊമിയാസ്. അപ്പം ഇയാസ് പിന്നെ ഇയ വന്നു. ഉസ്തേർ. അവർക്ക് 3 പേരും. പിന്നെ ഈ ജോയുടെ തന്നെ കൊഞ്ചുകേഷൻ ഇയ വന്നു. അപ്പം ഇയാസ് ഇയാമോസ് നൊസോത്രാസ് ഇയാമോസ് എയോസ് എയാസ് ഇയാൻ. They used to eat, or you all are used to eat. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ആബാസ് അബാമോസ് അബാൻ. ഇവിടെ ഇയാസ് ഇയാമോസ് ഇയാൻ. സിമ്പിൾ അല്ലേ? കൊമിയ അത് ഈ ഇയാളിൻ്റെ എന്ന വെർബും അയ്യാളിൻ്റെ എന്ന വെർബിനും നമ്മൾ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അയ്യാളിൻ്റെ വെർബുണ്ടല്ലോ ബിബിയ, ഐ യൂസ് ടു ലീവ്. അതായി. അപ്പോൾ അയ്യാറിലെൻ്റെ ചെയ്യുന്നത് ഇയാളിൻ്റെ എന്ന വെർബിൻ്റെ കൊഞ്ചുഗേഷൻ സെയിം ആണ്. ഇയാസ് ഇയാമോസ് ഇയാൻ.
ഐഡിയ കിട്ടിയോ? ഇംപെർഫെക്റ്റ് ടെൻസാണ്. സ്പാനിഷിൽ ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഒരു 14 ഡിഫറെൻറ്റ് ടെൻസ്. സിമ്പിൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പിന്നെ കുറേ ഇതുപോലെ ഇംപെർഫെക്റ്റ് ടെൻസ് എനിക്ക് ഓർമ്മ കിട്ടും. മെയിനായിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ സ്പാനിഷ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാനൊരു സെൻറ്റൻസ് ഇവിടെ എഴുതുന്നുണ്ട്. ഐ യൂസ് ടു സ്പീക്ക് മറിയ ഓഫ്റ്റ്. ഐ യൂസ് ടു സ്പീക്ക് ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന ആബ്ലാറാണ് എഴുതിയത്. ടു സ്പീക്ക്. ഐ യൂസ് ടു സ്പീക്ക് മറിയ. അപ്പോൾ എങ്ങനെ പറയും? ജോ പറയേണ്ട കാര്യമില്ല. ജോ അബ്ലാ, ജോ ഇവിടെ എഴുതിയിരിക്കുന്ന അബ്ലാബ, ജോ അബ്ലാബ, അബ്ലാബ. ആ മറിയ, ടു മറിയ. അമെനുദോ, അമെനുദോ എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ. ഐ യൂസ് ടു സ്പീക്ക് മറിയ ഓഫ്റ്റൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇംപെർഫെക്റ്റ് ടെൻസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റുകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതെന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരു ഹിസ്പാനിക് ലേഡി അല്ല, അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിരിക്കാം. ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു തോട്ടിൽ ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക. ഇതൊരു പുതിയ ലാംഗ്വേജാണ്. പെട്ടെന്നങ്ങ് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമ്മൾ ഈ സ്പാനിഷ് പറയും പൊക്കോ അപ്പൊക്കോ, കുറേശ്ശെ ആയിട്ട്. തോതോസ് ലോസ് ദിയ ഓർ കഥ ദിയ എവരി ഡേ. അങ്ങനെ ഇച്ചിരി പേഷ്യൻസ് ഒക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. Hasta luego. Adiós. Nos vemos pronto. Bye.